ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്ത് 4-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റത്തെ പേപ്പർ നമുക്ക് റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. നമുക്കതിൽ പ്രോ സെക്ഷൻ്റെ 3 പ്രോസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ള എസ്സേയുടെ പേര് ഓക്സ്ഫോർഡ് ഇൻ ദി വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ചാൾസ് ലാം. ദെൻ നമുക്ക് ഈ എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എവിടെയെന്ന് നോക്കാം. ലണ്ടൻ മാഗസിനിലാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി എസ്സേ അണ്ടർ ദി പെൻ നെയിം ഓഫ് എലിയ. എലിയ എന്ന് പറഞ്ഞിട്ടുള്ള പെൻ നെയിമിലാണ് അദ്ദേഹം ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു എസ്സേ കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എസ്സേയാണ് ഓക്സ്ഫോർഡ് ഇൻ ദി വെക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1820. അപ്പോൾ പബ്ലിഷ് ചെയ്ത ഇയറും പബ്ലിഷ് ചെയ്ത് എവിടെയായിരുന്നു, ലണ്ടൻ മാഗസിനിലാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദെൻ ഇതിൽ മെയിനായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഒരു വെക്കേഷൻ ടൈമിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും അവിടെ കാണുന്നതും അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ എസ്സേയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഒക്കെ ഹൈലി പേഴ്സണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊന്ന് ചെറുതായിട്ട് എസ്സേ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഈ എസ്സേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സൊക്കെ കാണാം. അപ്പോൾ ഇദ്ദേഹത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നും ചാൾസ് ലാമിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ എസ്സേയിൽ അദ്ദേഹം അതിനൊരു കോമ്പൻസേഷൻ പോലെ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നതും അവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇമാജിൻ ചെയ്യുന്നതൊക്കെ നമുക്ക് എസ്സേയിൽ കാണാൻ പറ്റും. ഞാനൊരു ഓവർവ്യൂ തന്നതാണ്. പിന്നീട് ഈ എസ്സേയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ജോർജ് ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ നമ്മുടെ ഈ എസ്സേയിൽ നല്ലൊരു ഭാഗം അദ്ദേഹത്തിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ എസ്സേയിൽ എൻഡിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ എസ്സേയിൽ അദ്ദേഹം ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പെൻ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഈ എസ്സേ ബിഗിൻ ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ടൈമിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പിക്ചറും നമുക്ക് ഈ എസ്സേയിൽ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ഓവർവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം പെട്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എസ്സേ തുടങ്ങുന്നത് തന്നെ എലിയ എന്ന് പറഞ്ഞിട്ടുള്ള പെൻ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഡ്യുവൽ പെർസ്പെക്റ്റീവ് ഓഫ് ഹിസ് വർക്കിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം 15ാമത്തെ വയസ്സിൽ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പം അദ്ദേഹം സൗത്ത് സീ ഹൗസിൽ ഒരു ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം ഈവനിങ്ങിൽ അദ്ദേഹം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് റൈറ്ററായിട്ട് മാറുന്നുണ്ട്. ലിറ്ററേച്ചറിലോട്ട് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ വർക്കിൽ നിന്നും ഒരു ഹയർ പൊസിഷനിലോട്ട് പ്രൊമോഷൻ ലഭിച്ച പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിതിൻ്റെ നോട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ ജസ്റ്റ് ഇതിൻ്റെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മലയാളത്തിൽ പറഞ്ഞു തരുന്നത്. ദെൻ പിന്നീട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പെന്നിനും ഇദ്ദേഹത്തിനും ഒരു ഹയർ പ്രൊമോഷൻ അല്ലെങ്കിൽ ഹയർ പൊസിഷനിലോട്ട് പ്രൊമോഷൻ ലഭിച്ച പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നീട് ഹോളിഡേയ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അബോളിഷ്മെൻറ്റ് ഓഫ് ഹോളിഡേയ്സ്. ഒരുപാട് ഹോളിഡേയ്സ് അദ്ദേഹത്തിൻ്റെ ടൈം പീരീഡിൽ അബോളിഷ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ റിച്വലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെ ഉള്ള ഹോളിഡേയ്സ്, ഒരുപാട് സെയിൻസിൻ്റെ പേരിലുള്ള ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ അന്നത്തെ അതോറിറ്റി അബോളിഷ് ചെയ്തിരുന്നു. അത് ആദ്യം റെഡ് ലെറ്റേഴ്സ് ഡേയ്സ് ആയിരുന്നുണ്ടെങ്കിലും പിന്നീട് ഡെഡ് ലെറ്റേഴ്സ് ഡേയ്സ് ആയി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമിൽ നമ്മുടെ പോലെ തന്നെ നമ്മളിപ്പോൾ ഹോളിഡേ കാര്യങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നുണ്ടെന്ന് വെച്ചാൽ സ്കൂളിൽ ലീവുള്ള ദിവസം നമുക്ക് എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ. നമ്മൾ ഒരു ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഹോളിഡേയും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിടും. അതുപോലെ തന്നെ നമ്മുടെ ചാൾസ് ലാമ്പും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഹോളിഡേ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ഹോളിഡേയ്സ് ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കാര്യം അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ദെൻ ചാൾസ് ലാമ്പ് എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തത് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആക്ച്വലി അദ്ദേഹത്തിനൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തന്നെ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റായിട്ടൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം അവിടെ സ്റ്റുഡൻ്റായിട്ട് അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അവിടുത്തെ തന്നെ ഒന്നെങ്കിൽ ഒരു സിസാറായിട്ട് അല്ലെങ്കിൽ ഒരു സർവേറ്ററായിട്ട്. സിസാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പും കാര്യങ്ങളിലൊക്കെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സിസാർ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ സർവേറ്ററായിട്ട് ഇമാജിൻ ചെയ്യുന്നുണ്ട്. പിന്നെ
അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇതൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് അവിടുത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ജോലി ചെയ്യുന്നവർ അവിടുത്തെ ഒരു എന്താ പ്രൊഫസറാണെന്നോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഒരാളാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ ആ കാര്യങ്ങളും അപ്പോൾ അവിടെ വെക്കേഷനിലുള്ള ക്ലാസ്സുള്ള ടൈമിലുള്ള തമ്മിലുള്ളൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവിടുത്തെ ആയിട്ടുള്ള കാര്യങ്ങളും പിക്ചേഴ്സ്, വാളിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കിച്ചൺസ് അതും എല്ലാതും അയാൾ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സർവീസ് ചെയ്യുന്ന ആളുകൾ പോലും ഒരു പക്ഷേ വലിയ ഭാഗ്യം ചെയ്തവരാവാം. എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് വലിയ വലിയ ആളുകൾ പഠിച്ചു പോയിട്ടുള്ള സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അവിടെ പഠിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ മഹത്തായിട്ടുള്ള വ്യക്തികളല്ലേ. അപ്പോൾ അവരെ ഒക്കെ സർവീസ് ചെയ്യാൻ അവിടെയുള്ള ആളുകൾക്ക് അവിടുത്തെ ജോലിക്കാർക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെ സർവീസ് ചെയ്ത ആ ജോലിക്കാർ പോലും എത്ര മഹത്തായിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണെന്നാണ് ചാൾസ് ലാംബ് പറയുന്നത്. ദെൻ ഹി ട്രാവൽസ് ബാക്ക് ടു ദി ഡേയ്സ് ഓഫ് ആൻറ്റിവിറ്റി എന്ന് വെച്ചാൽ പഴയ കാര്യത്തിലേക്ക്. എന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റ് ലൈഫാണ് എപ്പോഴും പാസ്റ്റ് ലൈഫിലാവും നമ്മളെപ്പോഴും ജീവിക്കുക. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ആലോചിക്കുകയില്ല. ആ കാര്യം കൂടെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു ഗോ ബാക്ക് ഇൻ റിട്രോസ്പെക്ട് ടു ബൈഗൺ ടൈംസ് ആൻഡ് നോട്ട് ടു പ്രൊജക്റ്റ് ദംസെൽഫ് ഇൻ ടു ദി ഫ്യൂച്ചറിലോട്ട് ആരും എൻ്റർ ചെയ്യില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്, പഴയ കാലത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലാവും നമ്മൾ അധിക സമയം ചിലവഴിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡാർക്ക് ഏജസ് ആണെങ്കിലും എന്ന് വെച്ചാൽ ഒരു പക്ഷേ കഴിഞ്ഞു പോയ കാലത്തിൽ ഒരുപാട് മോശം സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്ന് ഒരുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെയും പോലെ തന്നെ സൂര്യൻ അന്ന് ഉദിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അന്ന് എത്ര മോശം സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. എന്ന് വെച്ചാൽ അങ്ങനെ നടന്നിരുന്നല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ഡെത്തിനെയൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ അന്നും മനുഷ്യന്മാർ ജീവിച്ചിരുന്നു, പക്ഷെ അവർ അതിനായിട്ട് ചിലപ്പോൾ യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എന്താവും, അന്ന് എത്ര കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ട്രാവൽസ് ബാക്ക് ടു ദി ആൻറ്റിവിറ്റി. ദെൻ പിന്നീട് ലൈബ്രറീസിലോട്ട് എൻ്റർ ചെയ്യുക. ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഓരോ ഷെൽഫിലും ഓരോ റൈറ്റേഴ്സിൻ്റെ സോൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഓരോ ബുക്സും അദ്ദേഹം ഓരോ റൈറ്ററായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ബുക്സിലൊക്കെ ഓരോരുത്തരുടെ കഥകളും കാര്യങ്ങളൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിലോട്ടൊന്നും അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ അവരെയൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പിന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് എന്താണ് ഈ ബുക്സൊക്കെ വായിച്ച് റിസർച്ച് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതിൻ്റെ ഒറിജിൻ നോക്കാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി റിസർച്ച് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ ജോർജ് ഡയർ. അപ്പോൾ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഓക്സ്ഫോർഡ് ഇൻ ദി വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എസ്സേ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ പബ്ലിഷ് ചെയ്ത വർഷവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽസിനെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടും കുറച്ച് പോയിൻറ്റ്സൊക്കെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അത് നമ്മുടെ ആൻസർ എഴുതുന്ന സമയത്ത് അത് മെൻഷൻ ചെയ്യുക, അണ്ടർലൈനൊക്കെ ചെയ്ത് വിടുക. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ വർക്കിനെ പറ്റിയിട്ട് അബോളിഷ്മെൻറ്റ് ഓഫ് ഹോളിഡേയ്സിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ കണ്ട കാര്യങ്ങൾ, ട്രാവൽസ് ബാക്ക് ടു ആൻറ്റിവിറ്റി, പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ജോർജ് ഡയറിനെ പറ്റിയിട്ടുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് എസ്സേയിലുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് എസ്സേയിലോട്ട് പോവാം. സെക്കൻഡ് നമുക്ക് പഠിക്കാനുള്ള എസ്സേ ഓൺ ഫെമിലിയർ സ്റ്റൈൽ. ഇറ്റ് വാസ് റിട്ടൺ ബൈ വില്യം ഹസ്ലിറ്റ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ലണ്ടൻ മാഗസിൻ ഇൻ 1821. അപ്പോൾ നമ്മുടെ വില്യം ഹസ്ലിറ്റ് ആൻ എസ്സേയിസ്റ്റ് ആണ്, ലിറ്റററി ക്രിറ്റിക് ആണ്, ഒരു ഫിലോസഫറാണ്. ഒറിജിനലി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലണ്ടൻ മാഗസിനിലാണ് ഈ
എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എസ്സേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി റൈറ്റിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം എഴുതാനെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എസ്സേയാണ് ഓൺ ഫെമിലിയർ സ്റ്റൈൽ. സിമ്പിൾ ആയിട്ടുള്ള എസ്സേയാണ്, നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ റിഫ്ലക്ഷൻ ഓൺ ദി നേച്ചർ ഓഫ് സ്റ്റൈൽ ഇൻ റൈറ്റിംഗ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഇൻ റൈറ്റിംഗ്, ആർഗ്യൂയിങ് ദാറ്റ് ദി ഓവർലി കോംപ്ലെക്സ് ഓർണേറ്റഡ് ലാംഗ്വേജ് ക്യാൻ ഒബ്സ്ക്യൂർ ദി മീനിങ് ഓഫ് ദി ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഓർണേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടഫ് ആയിട്ടുള്ള ഫ്രേസസും വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യം, നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീനിങ് കറക്റ്റായിട്ട് നമ്മുടെ റീഡർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന ആൾ അല്ലെങ്കിൽ റൈറ്ററുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് വർക്ക് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് വായിക്കുന്ന റീഡേഴ്സിന് അതേ സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മീനിങ് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല, അവർക്ക് കിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഒരു റൈറ്റർ എഴുതാനെന്നാണ് നമ്മുടെ വില്യം ഹസ്ലിറ്റ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എഴുതുന്ന സമയത്ത് ഓരോരോ പെർട്ടിക്കുലർ റീജിയണിൻ്റെ ലാംഗ്വേജസ് യൂസ് ചെയ്ത് എഴുതരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു റീജിയനിലുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈലും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സും യൂസ് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. നമുക്കിനി എസ്സേയിലോട്ട് പോവാം. ഈ നോൺ ഫെമിലിയർ സ്റ്റൈൽ ഹാസിൽ പോയിന്റ് ഔട്ട് ഹൗ എൻ ഓതർ ഷുഡ് കൺവേ ഹിസ് ഐഡിയാസ് ഇൻ എ മാനർ ദാറ്റ് ഈസ് കോംപ്രഹെൻസീവ് ടു ദി റീഡർ ഇൻ ക്ലിയർ ടേംസ്. അപ്പോൾ ഈ എസ്സേയിൽ നമ്മുടെ റൈറ്റർ എന്താ പറയുന്നത്, എങ്ങനെയാണ് ഒരു റൈറ്റർ ഒരു ഓതർക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയ കറക്റ്റായിട്ട് നമ്മുടെ റീഡേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റുക, അതിന് എന്തൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ഈ എസ്സേയിൽ പറയുന്നത്. ആൻഡ് ദി ഫെമിലിയർ സ്റ്റൈൽ മസ്റ്റ് യൂസ് ദി കോമൺ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആൻഡ് റിജക്ട് ബോത്ത് മീനിങ്ലെസ് ആൻഡ് പോമ്പസ് വേർഡ്. അപ്പോൾ നമ്മുടെ റൈറ്റർ എന്താ പറയുന്നത്, ഒരു ഫെമിലിയർ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം, നമ്മൾ പോമ്പസ് ആയിട്ടുള്ള വേർഡ്സ് എന്ന് വെച്ചാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന വേർഡ്സും അതുപോലെ തന്നെ മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡ്സൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഴുതാം. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ഡയറക്റ്റ് ആയിട്ടും പറയാം, അതുപോലെ തന്നെ അത് ഇൻഡയറക്റ്റ് ആയിട്ടും പറയാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സും ഒരുപാട് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നമുക്കത് വായിക്കുന്ന സമയത്ത് മീനിങ് സിമ്പിളാവും, പക്ഷെ നമുക്കത് വായിക്കുമ്പോൾ നമുക്കത് കിട്ടില്ല. അത് എഴുതുന്ന ആൾക്ക് മാത്രമേ അതെന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മാത്രമേ പറഞ്ഞു തരാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക എന്നാണ് നമ്മുടെ റൈറ്റർ പറഞ്ഞത്. സബ്ജക്റ്റ് ഹാസ് ടു ബി എക്സ്പ്ലെയിൻഡ് ഇൻ സിമ്പിൾ ക്ലിയർ ആൻഡ് ഡിഗ്നിഫൈഡ് വേർഡ്സ്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഡേഴ്സിനൊന്നും കൂടെ ഈസി ആയിട്ട് ആ മീനിങ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. Then he expresses his observation on the style of Dr. Johnson's also in essay. അപ്പോൾ ഡോക്ടർ ജോൺസൺസിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടും ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഞാൻ കറക്റ്റ് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് പഠിക്കുക. കാരണം അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തി ആവും. അപ്പോൾ ഞാനിത് കറക്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഷോർട്ട് സമ്മറിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആൻഡ് എ റൈറ്റർ ഓഫ് എ പ്ലെയിൻ സ്റ്റൈൽ മസ്റ്റ് ഗിവ് അപ്പ് ദി സ്ലാങ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ പർട്ടിക്കുലർ റീജിയനിൽ യൂസ് ചെയ്യുന്ന സ്ലാങ് അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ മാത്രം യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ആ പർട്ടിക്കുലർ റീജിയനിലുള്ള പീപ്പിളിന് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ ബാക്കിയുള്ള എൻ്റെ പീപ്പിളിന് അതൊരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഴുതാനാണ് നമ്മുടെ ഓതർ പറയുന്നത്. ആൻഡ് വേർഡ്സ് മസ്റ്റ് നോട്ട് ബി ഗിവൺ ന്യൂ മീനിങ്സ്. New coinage of words should be avoided. Hazlitt considers new words coinages as a serious crime. എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ വേർഡ്സ് ഒക്കെ കോയിൻ ചെയ്ത് നമ്മുടെ വേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. Then he adopted new techniques like descriptive imagery, parallel structures and antithesis to simplify his essays. While writing, an author must select words very carefully to prove that familiar style is not just dropping words. അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് വേർഡ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോൺഷ്യസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ വേർഡ്സിലൂടെയാണ് നമുക്ക് നമ്മുടെ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലാവണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. Then the reader will get annoyed by the implications of these words.
എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ റീഡേഴ്സിന് എന്താണ് അതിൽ നിന്നുള്ള മീനിങ്ങിൽ നിന്ന് അവർ ഡിസ്ട്രാക്ട് ആയി പോകും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മീനിങ് നമ്മൾ ഉദ്ദേശിച്ചതായിക്കൊള്ളുന്നില്ല. Then the graduate style always have an empty meaning, as he'll conclude his essay on familiar style by criticizing the writers of graduate style that they are careless of the standard of the essay and give much importance to pompous words and they cannot touch the heart of the reader. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓറിയൻറ്റഡ് ആയിട്ട് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഐഡിയ കറക്റ്റായിട്ട് കൺവേ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടാവില്ല. നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ എസ്സേ എഴുതാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നമുക്ക് നമ്മുടെ റീഡേഴ്സിനോട്ട് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മീനിങ് അതിലാവില്ല അവരുടെ ശ്രദ്ധ എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വലിയ വലിയ ലാംഗ്വേജസ് യൂസ് ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മുടെ റൈറ്ററുടെ മീനിങ്സ് അവരുടെ ഐഡിയ ഒരിക്കലും നമ്മുടെ റീഡേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പം ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സിംപ്ലിസിറ്റി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവാണ് നമ്മുടെ റൈറ്റർക്ക് വേണ്ടത് എന്നാണ് നമ്മുടെ ഓഥർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് എസ്സേയിലുള്ള. ഇനി നമുക്ക് നമ്മുടെ തേർഡ് എസ്സേ നോക്കാം. നിങ്ങൾ സെക്കൻഡ് എസ്സേ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അനാലിസിസ് എന്തായാലും നോക്കാം. 171 ഇതിൻ്റെ അനാലിസിസും ഷോർട്ട് സമ്മറി നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചിട്ടുണ്ടാവണം. നമുക്കിനി തേർഡ് എസ്സേയിലോട്ട് പോവാം. നമ്മുടെ തേർഡ് എസ്സേ ഓൺ ബുക്സ് ആൻഡ് റീഡിംഗ് ആണ്. ജോൺ റസ്കിൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓൺ ബുക്സ് ആൻഡ് റീഡിംഗ് ബൈ ജോൺ റസ്കിൻ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഓൺ റീഡിംഗ് ഇൻ റിലേഷൻ ടു ലിറ്ററേച്ചർ ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1907. 1907 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് എസ്സേസ് ടൈറ്റിൽ ഓൺ റീഡിംഗ് ഇൻ റിലേഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേ കളക്ഷൻ്റെ പാർട്ടായിട്ടാണ് നമ്മുടെ ഈ എസ്സേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദി എസ്സേ ഈസ് എ റിഫ്ലക്ഷൻ ഓൺ ദി value of books and reading and argues that reading should be a form of active engagement with the world around us rather than a passive form of entertainment. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്. അപ്പോൾ കഴിഞ്ഞ എസ്സേയിൽ നമ്മൾ റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ എസ്സേയിൽ നമ്മൾ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ബുക്സ് വായിക്കണം, എങ്ങനെ വായിക്കണം, ഏത് രീതിക്ക് വായിക്കണം എന്നുള്ളതിനൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് ഈ എസ്സേയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ഓഥറിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഥർ വാസ് ബോൺ ഇൻ ലണ്ടൻ ഇൻ ഇംഗ്ലണ്ട് ഇൻ 1819 ആൻഡ് വാസ് എ ലീഡിങ് ഫിഗർ ഇൻ ദി വിക്ടോറിയൻ ആർട്ട് വേൾഡ്. അപ്പോൾ വിക്ടോറിയൻ ഏജിലെ ഏറ്റവും ലീഡിങ് ഫിഗർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജോൺ റസ്കിൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ബുക്സ് ആൻഡ് റീഡിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എസ്സേ ഇൻ റസ്കിൻ ഓവ്യൂ ആസ് ഇറ്റ് റിഫ്ലക്ട് ഹിസ് വ്യൂസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്. ഈ റീഡിങ്ങിലുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ എസ്സേ പറയുന്നത്. ആൻഡ് ഹി ഓൾസോ ടച്ചസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ഫിസിക്കൽ ബുക്ക് ഇറ്റ് സെൽഫ്. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ബുക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ വെച്ചാൽ നമ്മൾ ഓവറായിട്ടുള്ള ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോണിലാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിന് അപേക്ഷിച്ച് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബുക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആർഗ്യൂയിങ് ദാറ്റ് ബുക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് കെയർ ആൻഡ് ദാറ്റ് ദി ആക്ട് ഓഫ് റീഡിംഗ് ഷുഡ് ബി സീൻ ആസ് എ ഫോം ഓഫ് എ റെവറൻസ് ഫോർ ദി നോളജ് ആൻഡ് വിസ്ഡം കണ്ടെയ്ൻഡ് വിത്തിൻ ദി പേജസ്. എന്ന് വെച്ചാൽ നമ്മൾ ബുക്സിനെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ബുക്സും ഓരോ റൈറ്റേഴ്സിൻ്റെ എഫേർട്ടാണ്, അവരുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ അതിന് മതിയായ ഇമ്പോർട്ടൻസും റെസ്പെക്റ്റും കൊടുത്തിട്ട് വേണം വായിക്കാൻ എന്നൊക്കെയാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. And he notes that the physicality of the book, its weight, its texture, its smell is an important part of the reading experience and that readers should take the time to appreciate this quality. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ടെക്സ്ചറും വെയിറ്റും അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും എല്ലാ കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ വായിക്കാൻ. എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ടെന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ആ ബുക്കിലോട്ടിലേക്ക് എന്ന് വെച്ചാൽ ആ ബുക്കിൻ്റെ കാര്യങ്ങളും ആ ബുക്കിൻ്റെ ടെക്സ്ചറും അതിൻ്റെ അപ്പിയറൻസും അതിൻ്റെ ഓരോ ഓവറോൾ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. And on books and reading is an important essay in the history of English literature as it reflects Ruskin's view on the importance of reading as a means of engaging with the world around us. അപ്പോൾ ഇതെന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് എന്താ നമ്മുടെ പുറം ലോകവുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഈ ബുക്സിലൂടെ നമ്മൾ ഇൻവോൾവ് ആവുന്നതിനുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മുടെ ഈ എസ്സേയിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓഫൻ സ്റ്റഡീസ് ആൻ എക്സാമ്പിൾ ഓഫ് റസ്കിൻ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് സോഷ്യൽ ഫിലോസഫി. ഇനി നമുക്ക്
എസ്സേയിലോട്ട് പോകാം. അപ്പോൾ എസ്സേയിൽ ഇപ്പം നമ്മളൊരു ഓവർവ്യൂ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എസ്സേയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ആൻഡ് ദി എസ്സേ ഡിസ്കസസ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റീഡിങ്. ആൻഡ് ദി ഓഥർ ഈസ് ഓഫ് ദി വ്യൂ ദാറ്റ് പീപ്പിൾ ഷുഡ് യൂസ് ദയർ വാല്യുബിൾ ടൈം ഇൻ റീഡിങ് ഗുഡ് ബുക്സ്. അപ്പം നമ്മൾ എങ്ങനത്തെ ബുക്ക് വായിക്കണം എന്നുള്ള കാര്യം ഇതിൽ പറയുന്നത്. നമ്മൾ ഗുഡ് ബുക്സ്, നല്ല ബുക്സ് വായിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം. ആൻഡ് ഹി ഗോസ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് സെയിങ് ദാറ്റ് പാരൻറ്റ് മസ്റ്റ് ഫോക്കസ് ഓൺ ഗിവിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ ത്രൂ റീഡിങ്. നമ്മുടെ പാരൻസ് എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. എങ്ങനെ? നല്ല ബുക്സ് വായിക്കാൻ അവരെ പ്രചോദിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നല്ല ബുക്സ് വായിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ എന്നാണ് പറയുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ബുക്ക് വായിക്കുന്നതിലൂടെയാണെന്ന് നമ്മുടെ റൈറ്റർ പറയുന്നത്. ദ ബ്യൂട്ടിഫുൾ ആൻഡ് വേർഡ്ഫുൾ തോട്ട്സ് ഓഫ് എ റൈറ്റർ ആർ ഗിവൻ എക്സ്പ്രഷൻസ് ഇൻ എ ബുക്ക്. ഹാൻസ് റസ്കിൻ ഒപ്പീനിയൻസ് ദാറ്റ് വി ഷുഡ് വാല്യൂ എ ബുക്ക് ഫോർ ദി എഫേർട്ട് ഓഫ് ഇറ്റ്സ് ഓതർ. നമ്മളൊരു ബുക്സിൻ്റെ അല്ലെങ്കിൽ ആ ബുക്ക് വാല്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഓതറിൻ്റെ എഫേർട്സിനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ആൻഡ് ഗുഡ് റീഡിംഗ് മസ്റ്റ് ഹാവ് കോൺസെൻട്രേറ്റഡ് ടു ഈച്ച് ആൻഡ് എവറി വേർഡ് റിട്ടൺ ഇൻ ദി ടെക്സ്റ്റ്. റീഡിംഗ് ഷുഡ് ബി എഫക്റ്റീവ് ഓൺലി ഇഫ് ദി റീഡർ റിഫർ ടു ദി ബുക്ക് ഇൻ എ മൈന്യൂട്ട് ഡീറ്റെയിൽ. ദെർഫോർ റീഡിംഗ് എ ബുക്ക് വിത്ത് പ്രോപ്പർ ഫോക്കസ് ഈസ് മച്ച് ബെറ്റർ ദാൻ റീഡിംഗ് എ ലാർജ് നമ്പർ ഓഫ് ബുക്ക്. നമ്മൾ ഒരുപാട് ബുക്സ് വായിക്കുന്നതിലും അപ്പുറം നമ്മൾ ഒരു ബുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്ത് വായിക്കുന്നതാണ് ഗുഡ് റീഡിംഗ്. അല്ലാതെ നമ്മൾ ഒരുപാട് പേരിന് ഒത്തിരി ബുക്സ് വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി എമൗണ്ട് ഓഫ് ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിലും നല്ലത് ഒരു ബുക്ക് നല്ല പോലെ നല്ല വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് വായിക്കുന്നതാണ് ഗുഡ് റീഡിംഗ് എന്നാണ് നമ്മൾ ഓതർ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതും നല്ല ബുക്സ് വായിക്കുന്നതിലൂടെയാണെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. റീഡിങ് എ ബുക്ക് വിത്ത് പ്രോപ്പർ ഫോക്കസ് ഈസ് മച്ച് ബെറ്റർ ദാൻ റീഡിങ് എ ലാർജ് നമ്പർ ഓഫ് ബുക്ക്. എ നേഷൻ കനോട്ട് ബി ഏബിൾ ടു സർവൈവ് ബൈ അവോയ്ഡിങ് ലിറ്ററേച്ചർ, ആർട്സ് ആൻഡ് സയൻസ്. അദ്ദേഹം പറയുന്നത് എന്താ, ഒരു നേഷന് ഒരിക്കലും ഈ എല്ലാം നമ്മുടെ ആർട്ടും ലിറ്ററേച്ചറൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ബുക്സ് ആൻഡ് റീഡിംഗ് എന്ന് പറയുന്ന എസ്സേയിൽ നമ്മുടെ ജോൺ റസ്കിൻ പറയുന്നത് റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് വായിക്കണം എന്ന് പറയുന്നുണ്ട്, എങ്ങനെ വായിക്കണം എന്ന് പറയുന്നുണ്ട്, നമ്മുടെ പാരൻസിനോട് ഒരു അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, അവരുടെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ റീഡിങ്ങിലൂടെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 എസ്സേ നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 എസ്സേയിൽ മെയിനായിട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ മെയിനായിട്ട് പറയുന്ന കൺവേ ചെയ്യുന്ന മീനിങ്ങും പോയിന്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്തായാലും നിങ്ങൾ എൻഡ് വരെ കണ്ടതിൽ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഹാർട്ടിനെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ റിവിഷൻ പോലെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം.